കുപ്പിയാണോടാ ഇത്? അല്ലടാ ഞങ്ങളുടെ അപ്പൂപ്പൻ ദിവാകരൻ, ഞാൻ ബീവറേജിൽ നിന്ന് വാങ്ങിച്ചോണ്ട് വെച്ചേക്കും. അറിയത്തില്ല നിനക്ക്? നീ ഒരെണ്ണം അടിക്ക്. ഒരെണ്ണം അടിക്കടാ. വേണ്ട, എടാ ഒരെണ്ണം അടിക്കടാ. കുഞ്ഞിനെ സ്കൂളിൽ കൊണ്ട് ചേർക്കണം, സാർമാർ പൊക്കും പാറ അടിച്ചു കഴിഞ്ഞാൽ. അത് കുഴപ്പമില്ല, ഇച്ചിരി വെളിച്ചെണ്ണ കുടിച്ചാൽ മതി. അറിയത്തില്ല. വെളിച്ചെണ്ണ കുടിച്ചിട്ട് സ്കൂളിൽ ചെല്ലാൻ എന്നിട്ട് കൊച്ചിന്റെ അച്ഛന്റെ പേരെന്ന് ചോദിക്കും. എന്റെ പേര് ശ്രീകുമാറാ. ശ്രീകുമാർ എന്ന് പറയണം അവിടെ. അതാ കാപ്പിപ്പൊടി തിന്നിട്ട് പോയിരുന്നു. പല്ലേ പിടിക്കും. വേണ്ട, എനിക്ക് വേണ്ട സാധനം. വേണ്ട, എനിക്ക് വേണ്ട. വേണ്ടേ? എടാ ഒരെണ്ണം അടിക്കടാ. വേണ്ട, എനിക്ക് വേണ്ടടാ. വേണ്ടടാ, എനിക്ക് വേണ്ടടാ. ഇതേണ്ട ഇതെന്താ പൊറോട്ട എന്നടാ? അല്ലടാ, ഇത് ബട്ടൺസ് ഞാൻ തല്ലിപ്പരത്തി വെച്ചേക്കും. ബീഫോ? ബീഫാണോ അത്? കണ്ടിട്ടില്ലല്ലയോ ഇതൊന്നും? എനിക്ക് വേണ്ട, നീ വേണ്ട, എനിക്ക് വേണ്ട. ഇതൊരെണ്ണം അങ്ങോട്ട് അടിച്ചിട്ട് ഇച്ചിരി പൊറോട്ട പിച്ചി ഒരു ബീഫും ചേർത്ത് പായലോട്ട് വെക്കുമ്പോ ഒരു കിരിയിരിപ്പുണ്ട്. അടിക്കടാ. ഹലോ വസന്തേ, അമ്മച്ചി മോന് ഒരുങ്ങി കഴിഞ്ഞോ? എങ്കിൽ നമ്മുടെ കൃഷ്ണകുമാർ ഇല്ലയോ, അവന്റെ ഓട്ടോ വിളിച്ച് സ്കൂളിലോട്ട് പോയര് പപ്പ അങ്ങ് വന്നേക്കാന്ന് മോനോട് പറയട്ടെ. അത് കഴിഞ്ഞിട്ട് നിന്റെ വീട്ടിൽ പോകണമെന്നോ? പോകാമല്ലോ. നിന്റെ പപ്പായ്ക്ക് എന്താ വെള്ളം മാറ്റി കൊടുക്കാം? പരിപ്പട വേണോ? പഴംപൊരി മതിയെന്നോ? 10 പഴംപൊരി നിന്റെ പപ്പായ്ക്ക് വാങ്ങിച്ചു കൊടുക്കും. എനിക്കത് അരമണിക്കൂർ കഴിഞ്ഞ് വാങ്ങട്ട് വന്നേക്കാം കേട്ടോ. അടാ പപ്പാടാ പഴംപൊരി അടിക്കണം. വേണ്ട വേണ്ട വേണ്ട. മിച്ചറുണ്ട് കേട്ടോ. നീ ഇരിക്കവിടെ ഇരിക്കടാ. എവിടെ ചെളി പിടിക്കും? ഇരിക്കത്തില്ല. മുണ്ട് വെള്ളം മുണ്ട് പുതിയ കൊടുക്കും. ഇരിക്കുന്നില്ല. അയ്യോ അടിപൊളിയാടാ. മുറുകൻ മാറ്റേ. എന്നിട്ട് പറ സംഭവം. ഞാനേ അപ്പൂനെ അറിയത്തില്ല നിനക്ക്? അറിയാല്ലേ, താമരശ്ശേരി ചുരം പറഞ്ഞോളൂ. അതിപ്പോ അപ്പു. അപ്പു എന്റെ അപർണ. ഇന്ന് അവിടെ കല്യാണമാ. അവള് ചെലവ് തന്നെ ചെലവല്ലെന്ന്. എടാ ഞാനും അവളും തമ്മിൽ 5 കൊല്ലം പ്രേമിച്ചത് നിനക്ക് അറിയത്തില്ലടാ. പുതിയൊരു സർക്കാർ ഉദ്യോഗസ്ഥനെ കണ്ടപ്പോ അവൾക്ക് എന്നെ വേണ്ട, അവിടെ കല്യാണോ എന്ന്. ഇത് തികയത്തില്ലടാ. നീ ഒരു 1 ലിറ്ററോട് വാങ്ങിക്കണമായിരുന്നു. 1 ലിറ്റർ കൊണ്ട് തികയത്തില്ല. 1 ലിറ്റർ തികയത്തില്ല. ഇന്നേ 11:30 ആകുമ്പം അവിടെ കഴുത്തി താലി വീഴും. അതേ സമയത്ത് ഞാൻ ഈ കുളത്തിൽ ചാടി ചാവുകടാ. ഗ്രേവിയുടെ വേണമായിരുന്നു. ഗ്രേവിയാണ്. ഇതോ നല്ല ഡ്രൈ അത് പോകത്തില്ല, ചുമയും വരും. 11:30 ആകുമ്പോ ഞാൻ ഈ കുളത്തിൽ ചാടി ചാവുമെന്ന്. വെള്ളം വെള്ളം ഒഴിച്ചു. എടാ ഞാൻ ചാവുമെന്ന് പറഞ്ഞിട്ട് നിനക്ക് ഒരു ഭാവ വ്യത്യാസം ഇല്ലടാ. നിന്റെ ആഗ്രഹങ്ങളില്ലേ ഓരോന്ന് സാധിക്കുമെന്നുള്ള. അത് ഞാനിപ്പോൾ തടസ്സം നിന്ന് നാളെ തന്നെ നിങ്ങളുടെ വീട്ടിൽ പ്ലാസ്റ്റിക് കസാറ വാങ്ങിക്കാൻ പോകുമ്പോൾ ഞാൻ വേണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ അമ്മ എന്തോ പറഞ്ഞ് ഞങ്ങളുടെ വീട്ടിൽ നടക്കുന്ന സംഭവത്തിനെല്ലാം നീ തടസ്സം നിൽക്കുമെന്ന്. പ്രത്യേകിച്ച് നീ എന്നോട് കൂട്ടുകൂടി നടക്കുന്ന നിങ്ങളുടെ അമ്മയ്ക്ക് ഇഷ്ടമല്ലേ. പിന്നെ നിങ്ങളുടെ അമ്മ പറയും ചെറുക്കൻ ചാവാൻ തുടങ്ങിയപ്പോൾ ഞാൻ തടസ്സപ്പെടുത്തി. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്തുവായാലും ഞാൻ ചാവൂടാ. എപ്പോഴാ? ഇന്ന് തന്നെ ഞാൻ ചാവും. എന്തോ എനിക്ക് സ്കൂളിൽ കുഞ്ഞിനെ കൊണ്ട് ചേർക്കാനും പോകണം. അവിടുത്തെ അവരെ കൊണ്ട് അവരുടെ വീട്ടിലൊക്കെ പോകണം. നാളെ അങ്ങനെ ചാവും. എനിക്ക് ചടങ്ങിൽ പങ്കെടുക്കാനൊന്നും പറ്റത്തില്ല. ഇപ്പൊ എനിക്ക് മനസ്സിലാടാ, ഞാൻ ചത്താലും ആർക്കും ഒന്നുമില്ലെന്ന്. അടി നീ അടിച്ചേ. അതൊക്കെ വെട്ടടിച്ച അടിയാ. അതെന്താ കാണിക്കുക? കാരണന്മാർക്ക് കൊടുത്ത. ഇപ്പൊ കൊടുത്താ നാളെ അവരവിടെ ഒന്നിച്ചിരുന്ന് അടിക്കാമല്ലോ.